ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു നാടൻ വിഭവം റെഡിയാക്കാം. അതിനായിട്ട് 3 കിലോ പച്ചക്കപ്പ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കപ്പ നമുക്ക് തൊണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. കപ്പ പുഴുക്കും ചിക്കൻ കറിയുമാണ് നമ്മളിന്നിവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുക്കുമ്പോൾ വേര് ഉൾപ്പെടാതെ നമ്മൾ ചെറിയതായിട്ടൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ വേരുൾപ്പെടാതെ നമുക്ക് കൊത്തിയെടുത്ത് എടുക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കപ്പ നമുക്ക് കഴുകി ഇത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിന് ചേർക്കേണ്ട ചേരുവകൾ എടുത്തു വെക്കാം. തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. കപ്പ വെന്ത് വാങ്ങി ഊറ്റിയെടുത്തതിന് ശേഷം ഈ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് ആവി കയറ്റി ഇതുപോലെ നന്നായി നമുക്ക് ഇളക്കിയെടുക്കാം. ഇവിടെ കപ്പ പുഴുക്കിപ്പോൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. അതിനായിട്ട് 3 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 കിലോ സബോള, 5 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, 2 ഇതൾ കറിവേപ്പില, 1 പീസ് ഇഞ്ചി ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വിറകടുപ്പിലാണ് നമ്മളിന്ന് ചിക്കൻ കറി റെഡിയാക്കുന്നത്. ഉരുളി വെച്ച് ചൂടായതിന് ശേഷം നമ്മളിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സബോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കഴിയും. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതി മൂപ്പായതിന് ശേഷം മാത്രമാണ് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാറ്. കാരണം ഇഞ്ചി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് മാറിപ്പോകും. അപ്പോൾ നന്നായി വഴറ്റി കൊടുക്കുക. ഇതിനായിട്ട് ഞാനിവിടെ പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സബോള നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു. ചിക്കനും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മളിത് നന്നായി വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കറി ആയി വാങ്ങി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. ചാറ് വേണ്ടാത്ത ആളുകൾക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ആക്കി നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ കപ്പ പുഴുക്കും ചിക്കൻ കറിയും ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി ചാറ് വേണം. അപ്പോൾ തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പീസുകൾ ഒന്ന് ടൈറ്റായി വരാനും പൊടിഞ്ഞു പോകാതിരിക്കുകയും പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ച് വേവിച്ച് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ പുഴുക്കും ചിക്കൻ കറിയും കൂടി ഒന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.